ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇന്നലെ റംസാൻ ആയതുകൊണ്ട് ഞങ്ങൾ റംസാൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കുടുംബ വീട്ടിലോട്ട് കയറി പോകുന്നതാണ്. അപ്പോൾ വാപ്പയും മോളും കൊണ്ട് തമ്മിൽ എന്തൊക്കെ പറയുന്നുണ്ട് ഷർട്ടിൻ്റെ കാര്യം. പിന്നെ അത് കഴിഞ്ഞതാ, ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള തെക്കാവ് പള്ളിയാണ്. ഏർവാടി ബാബ നഗർ തണ്ണിച്ചാങ്കുഴി എന്നാണ് ആ പള്ളിയെ പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ബിരിയാണി ആയിരുന്നു. ബിരിയാണി എല്ലാവരും കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും, അനിയനും അനിയന്മാരെ വൈഫും ഇക്കായും മക്കളും ഞാനും മാമിയും മാമായും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിച്ചു. ഇനി അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു റെഡിയാകുമായിരുന്നു. ഇതെല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അനിയൻ്റെ മകൻ നമ്മൾ 2 വീലറിലാണ് പോകുന്നതെന്ന് കരുതി ടൂ വീലറിലോട്ട് കയറിയായിരുന്നു. അപ്പോൾ നമ്മൾ 2 വീലറിലല്ല കാറിലാണ് പോകുന്നതാ എന്ന് പറഞ്ഞതാ. നമ്മൾ കാറിലൊക്കെ കയറി നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ നെയ്യാർ ഡാമിനടുത്തുള്ള തന്നെ കുമ്പിച്ചൽ കടവ് പാലം എന്ന് പുതിയതായിട്ട് അത് പണി കഴിഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റായിട്ട് കാണുന്ന പാലം ഞങ്ങളായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ പോയപ്പോഴത്തേക്ക് ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ആ പാലം കാണാൻ വേണ്ടി. അത്ര എന്താ പറയുക, പാലം കാണാൻ വരുന്നൊരു തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ട്. പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയാണ് കേട്ടോ, സത്യം. മലയും പിന്നെ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു സൗന്ദര്യം ഒഴുകി അതിമനോഹരമായിട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഒരു സൈഡിൽ കൂടി നെയ്യാർ ഡാമിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, അങ്ങനെ നടന്നു താഴോട്ട് ഇറങ്ങി. അപ്പോൾ കുറച്ചിങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് കളിച്ചു. അതായത് പാലത്തിൻ്റെ അടി സൈഡാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്നും നോക്കുമ്പോൾ നല്ല മനോഹരമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇത്തിരി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വെയിൽ, അധികം വെയിലില്ല എന്നാലും കുറച്ച് വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പാലത്തിൽ നിൽക്കാൻ സാധിച്ചു. വെയിലാണെങ്കിൽ അങ്ങനെ നിൽക്കാൻ സാധിക്കില്ലല്ലോ, അത്രയ്ക്ക് വെയിലും ചൂടുമല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ. സത്യം പറയല്ല, എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു എന്താ ഭംഗി, നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് കാണാൻ. അങ്ങനെ അവന് മോന് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പനിയിൽ നിന്ന് കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ റോഡിൽ ഇങ്ങനെ മാങ്ങയും നെല്ലിക്കയും പുളിമുട്ടായും എന്തൊക്കെ ഉപ്പിലൊക്കെ വെച്ചിട്ട്, അപ്പോൾ ഞങ്ങൾ മാങ്ങ, നെല്ലിക്ക, കാരയ്ക്ക, പുളിമുട്ടായി ഒക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ അനിയൻ്റെ മകൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു വേണ്ടി. ഞങ്ങളവിടെ പെട്ടെന്ന് വാങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങനെ പോകുമായിരുന്നു. നമ്മൾ തിരികെ വരുമ്പോഴും ഈ നെയ്യാർ ഡാം ചുറ്റി വേണം വരാൻ. അവിടെ വേറെ വഴിയുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അത് കാണാൻ തന്നെ മനോഹരമായിട്ട് ഇങ്ങനെ കാറിങ്ങനെ വളഞ്ഞിങ്ങനെ ഈ നെയ്യാർ ഡാമിനെ ഇങ്ങനെ ചുറ്റി വരുന്നത് നല്ല ഭംഗി. നമുക്ക് അധികം ബോറൊന്നും അടുപ്പിക്കാത്തൊരു സീനറി തന്നെയാണ്. അടിപൊളി കേട്ടോ, അടിപൊളി വെച്ചാൽ അടിപൊളി. എന്തായാലും കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം കേട്ടോ ആ പാലം, കുമ്പിച്ചൽ കടവ് പാലം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നെയ്യാർ ഡാമിൻ്റെ അവിടെ എത്തിയാറായപ്പോൾ അടുത്ത മാസം വിഷു ആണല്ലോ, ഏപ്രിലിൽ. അപ്പോൾ അതിന് വേണ്ടി പൂത്തലയ്ക്കുന്ന കണിക്കൊന്ന ഉണ്ടായിരുന്നു.